ഹലോ! ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലെ അടുത്തൊരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ്. എങ്ങനെയാണ് കോൺട്രാക്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ കോൺട്രാക്റ്റിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വാലിഡിറ്റി ഓർ എൻഫോഴ്സിബിലിറ്റി. എങ്ങനെയാണ് നിയമത്തിൻ്റെ വാലിഡിറ്റി, അതെങ്ങനെയാണ് എൻഫോഴ്സ് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ ഒരു പാർട്ടാക്കിയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഫോർമേഷൻ. എങ്ങനെയാണ് ഈ കോൺട്രാക്റ്റിനെ ഫോം ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അത് രൂപീകരിച്ചിരിക്കുന്നത്, അങ്ങനെ നോക്കിയിട്ട് ഇതിനെ അടുത്തതായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ പെർഫോമൻസ്. അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണ് ഈ കോൺട്രാക്റ്റ് ആക്റ്റിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ വാലിഡിറ്റി ഓർ എൻഫോഴ്സിബിലിറ്റിയിൽ തന്നെ ഇതിനെ വാലിഡ് കോൺട്രാക്ട്സ്, വോയിഡ് കോൺട്രാക്ട്സ്, വോയിഡബിൾ കോൺട്രാക്ട്സ്, ഇല്ലീഗൽ കോൺട്രാക്ട്സ്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്സ്, ഇങ്ങനെ 5 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർമേഷൻ ഓഫ് കോൺട്രാക്റ്റിൽ ഇതിനെ 4 എണ്ണമായിട്ട് എക്സ്പ്രസ് കോൺട്രാക്ട്, ഇംപ്ലൈഡ് കോൺട്രാക്ട്, ക്വാസി കോൺട്രാക്ട്, ഇ കോൺട്രാക്ട്. ദെൻ പെർഫോമൻസിൽ ഇതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റും എക്സിക്യൂട്ടറി കോൺട്രാക്റ്റും. ഈ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റിനെ തന്നെ വീണ്ടും യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ എന്ന് പറഞ്ഞിട്ട് 2 ആയിട്ട് വീണ്ടും ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിനെ ഓരോന്നും, ഇതിലെ ഈ ഡിവൈഡ് ചെയ്തതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് വാലിഡിറ്റി ഓർ എൻഫോഴ്സിബിലിറ്റിയിൽ വാലിഡ് കോൺട്രാക്റ്റ്, എന്താണ് ഒരു വാലിഡ് കോൺട്രാക്റ്റ് എന്ന് നോക്കാം. ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് ബൈൻഡിങ് ആൻഡ് എൻഫോഴ്സിബിൾ ഈസ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഒരു എഗ്രിമെൻറ്റ് ബൈൻഡിങ് ആയിട്ടുള്ളതും അതുപോലെ നിയമം മൂലം അത് നടപ്പിലാക്കാൻ പറ്റുന്നുള്ള കോൺട്രാക്റ്റുകളാണെങ്കിൽ അതിനെ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. സെക്ഷൻ 2 ക്ലോസ് H ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872. ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 2 ക്ലോസ് Hലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, ഒരു എഗ്രിമെൻറ്റ് നിയമം മൂലം എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ കോൺട്രാക്റ്റ് ആയിട്ട് കണക്കാക്കാം എന്നാണ് പറയുന്നത്. സെക്ഷൻ 10 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 ഡിഫൈൻസ് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഒരു വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സെക്ഷൻ 10ലാണ് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ആൻ എഗ്രിമെൻറ്റ് ബിക്കംസ് എ കോൺട്രാക്റ്റ് ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദ ഫ്രീ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ് കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട് ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് വിത്ത് എ ലോഫുൾ ഒബ്ജക്റ്റ് ആൻഡ് ഈസ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. എന്താണ്, ഒരു എഗ്രിമെൻറ്റ് ഒരു കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? അവിടെ ഫ്രീ കൺസെൻറ്റ് ഓഫ് ദ പാർട്ടീസും അതുപോലെ ലോഫുൾ കൺസിഡറേഷൻ, ഒരു ലോഫുൾ ഒബ്ജക്റ്റിൻ്റെ ലോഫുൾ കൺസിഡറേഷനിലൂടെ എക്സ്പ്രസ്ലി അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് കണക്കാക്കും. സെക്ഷൻ 10ൽ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലാണ് എന്തൊക്കെയാണ് ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ കോൺട്രാക്റ്റുകളും, ആ എസെൻഷ്യൽസ് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് കണക്കാക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തതായിട്ടുള്ളതാണ് വോയിഡ് കോൺട്രാക്റ്റ്. സെക്ഷൻ 2 ക്ലോസ് Jയിലാണ് ഈ വോയിഡ് കോൺട്രാക്റ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എ കോൺട്രാക്ട് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ലോ ബിക്കംസ് വോയിഡ് വെൻ ഇറ്റ് സീസസ് ടു ബി എൻഫോഴ്സിബിൾ. ഈ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർഫോമൻസ് അവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അതിൽ ആ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അത് വോയിഡ് ആവും. വോയിഡ് ആവുക എന്ന് പറഞ്ഞാൽ അത് അസാധുവായിട്ട് മാറുകയാണ്. നമുക്കൊരു എക്സാമ്പിൾ വഴി പറയുകയാണെങ്കിൽ, പറയാണ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുതിരയെ നിങ്ങൾക്ക് ഒരു 50,000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് ഒരു കാര്യം പറയുകയാണ് ബിയോട്. അപ്പോൾ ബി ഞാനത് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ അറിയാതെ തന്നെ ആ കുതിര ഒരു ദിവസം മരിച്ചു പോവാണ്. അത് ഇവർ 2 പേരും അറിയില്ല. അപ്പോൾ അവിടെ എന്താണ്, അവർ ഇപ്പോൾ ഇല്ലാത്തൊരു സാധനത്തിനെ കുറിച്ചിട്ടുള്ളേ അവരൊരു എഗ്രിമെൻ്റ് ആദ്യം നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊരു വോയിഡ് ആവും, അത് അസാധുവായിട്ടോ ഇനി അത് പെർഫോം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. ഇതാണ് ഈ സെക്ഷൻ 2 ക്ലോസ് Jയിൽ പറയുന്നത്. ഒരു വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? വോയിഡ് അബിനീഷ്യോ. ഒരു വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ വോയിഡ് അബിനീഷ്യോ ആണ്. അത് ആ എഗ്രിമെൻറ്റിൻ്റെ ഫസ്റ്റ് തന്നെ അതിലെന്തെങ്കിലും ഒരു തെറ്റുണ്ട് അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്ന്
നമുക്കറിയാം. അപ്പോൾ അത് വോയിഡ് ആദ്യം തന്നെ അത് അസാധുവായിട്ട് മാറും. പക്ഷേ ഒരു വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബിക്കംസ് വോയിഡ് ലേറ്റർ. അത് പിന്നീടാണ് ആ ഒരു കോൺട്രാക്റ്റ് വോയിഡായിട്ട് മാറുള്ളൂ. ദെൻ വോയിഡബിൾ കോൺട്രാക്റ്റ്. സെക്ഷൻ 2 ക്ലോസ് ഐയിലാണ് ഈ വോയിഡബിൾ കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുന്നത്. ആൻ അഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ ഓർ മോർ പാർട്ടീസ് thereto ബട്ട് നോട്ട് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ അതർ ഓർ അതേഴ്സ് ഈസ് എ വോയിഡബിൾ കോൺട്രാക്റ്റ്. ഈ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് നടന്നിട്ടുണ്ടാവും, അത് ലോഫുള്ളാണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടാണത് വോയിഡ് അസാധുവാക്കാൻ നമുക്ക് പറ്റുക. അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് വോയിഡബിൾ. ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് വോയിഡബിൾ അസാധുവാക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ പറയുന്നത്. ഇവിടെ ഒരു കൊയേഷ്യനോ അല്ലെങ്കിൽ അൺഡു ഇൻഫ്ലുവൻസോ ഒക്കെ വഴി നമ്മളൊരു കോൺട്രാക്റ്റിൽ ഒരാളെ നമ്മൾ പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഭയം എന്തെങ്കിലും വരുത്തിയിട്ടോ ഒക്കെ നമ്മളൊരു കോൺട്രാക്റ്റിൽ അവരെ ഏർപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റ് എന്താണ്? അവർ ആ കോൺട്രാക്റ്റ് നടക്കുമ്പോൾ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ അവർ അൺഡു ഇൻഫ്ലുവൻസ്, കൊയേഷൻ, അവരുടെ ഒരു ഭയം അല്ലെങ്കിൽ അവരെ നമ്മൾ ത്രട്ടൺ ചെയ്തിട്ടൊക്കെയാണ് അവർ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്. അപ്പോൾ അതെന്താണ്? ആ കോൺട്രാക്റ്റ് അവിടെ നടക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് അത് അൺഡു ഇൻഫ്ലുവൻസ് ആണ് അല്ലെങ്കിൽ കൊയേഷൻ മൂലമാണ് ഞങ്ങളെ അന്ന് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത് എന്ന് പറയുമ്പോൾ അതെന്താണ്? പിന്നീട് അത് അസാധുവായിട്ട് മാറുകയാണ്. അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് ഇവിടെ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. In case of voidable contract, one party has an option to avoid the contract while the other party has no such option to avoid the contract. ഇവിടെ എന്താണ്? ഒരു പാർട്ടിക്ക് വേണമെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ട എന്ന് തീരുമാനിക്കാം, പക്ഷേ മറ്റേ പാർട്ടിക്ക് എന്താണ്? അതിൽ നിന്ന് ഒഴിവാവാനേ പറ്റില്ല. കാരണം അവിടെ അവർക്കൊരു പ്രഷർ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ആ കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇതാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ ഇല്ലീഗൽ കോൺട്രാക്റ്റ്. ആൻ ഇല്ലീഗൽ കോൺട്രാക്റ്റ് ഈസ് വൺ വിച്ച് ഈസ് ഇമ്മോറൽ ഓർ എഗെയിൻസ്റ്റ് ദ ലോ. ആൻ ഇല്ലീഗൽ കോൺട്രാക്റ്റ് ഈസ് വോയിഡ് ആൻഡ് ഓൾസോ എ ക്രൈം അണ്ടർ സെക്ഷൻ 61 ക്ലോസ് 1 ഓഫ് BNS. ക്രിമിനൽ കോൺസ്പിറസിയുടെ അണ്ടറിൽ വരുന്ന ക്രൈമിനെയാണ് ഇവിടെ പറയുന്നത്. ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് നടത്തുന്നുണ്ട്, പക്ഷെ എന്താണ്? അത് നിയമം മൂലം അതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറയാം. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എ ബിയോട് പറയാണ്, ഞാൻ നിങ്ങൾക്കൊരു 50,000 രൂപ തരാം, എൻ്റെ കൂടെ ഒരു വീട് കൊള്ളയടിക്കാൻ വരണം അല്ലെങ്കിൽ ഒരു കമ്പനി കൊള്ളയടിക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ബിയെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ബി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊരു ഇല്ലീഗൽ കോൺട്രാക്റ്റാണ്. ഇനി അടുത്ത കോൺട്രാക്റ്റാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് വിച്ച് ഈസ് വാലിഡ് ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ് അൺടിൽ ആൻഡ് അൺലെസ് ഇറ്റ്സ് വാലിഡിറ്റി ഈസ് ചലഞ്ച്ഡ് ഓർ ക്വസ്റ്റ്യൻഡ്. ഈ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോൺട്രാക്റ്റ് നടന്നിട്ടുണ്ടാവും, പക്ഷേ കുറച്ച് ശേഷം അതിൻ്റെ വാലിഡിറ്റി ചലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുക ചെയ്താൽ അത് അൺഎൻഫോഴ്സിബിൾ ആവും. അത് അസാധു ആവണ പോലെ തന്നെയാണ്, എന്നാൽ കറക്റ്റ് വോയിഡ് എന്ന് പറയാൻ പറ്റില്ല, അൺഎൻഫോഴ്സിബിൾ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു റിക്വയർഡ് ഫോർമാലിറ്റീസ് ഫുള്ള് ചെയ്യാണ്ടെയാണ് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്, അല്ലെങ്കിൽ ഇൻസഫീഷ്യൻറ്റ് സ്റ്റാമ്പ്, നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഇത്ര രൂപയുടെ സ്റ്റാമ്പ് വേണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ കരാറിൽ ഏർപ്പെടുമ്പോൾ, അത്ര സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാമ്പൊന്നും അതിലില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോഴുള്ള ലിമിറ്റേഷൻ പീരീഡ് കഴിഞ്ഞു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് ഇതിനെ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വാലിഡിറ്റി ഓർ എൻഫോഴ്സിബിലിറ്റിയുടെ അണ്ടറിൽ വരുന്ന എല്ലാ കോൺട്രാക്ട്സും എന്താണെന്ന് നമ്മൾ നോക്കി. ദെൻ ഫോർമേഷൻ, അതിൻ്റെ രൂപീകരണം മൂലം ഈ കോൺട്രാക്റ്റിനെ എത്ര എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അതിലെ ആദ്യത്തെയാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ്. The terms of the contract are expressed by words or in writing. Section 9 of the Act provides that if a proposal or acceptance of any promise is made in words, the promise is said to be express. എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ഇപ്പോൾ ഞാൻ പറയാണ്, ഞാൻ എൻ്റെ ലാപ്ടോപ്പ് നിങ്ങൾക്കൊരു 40,000 രൂപയ്ക്ക് തരാമെന്ന് പറയാണ്. അപ്പം മറ്റേ ആൾ എനിക്ക് തന്നോളൂ, ഞാൻ നിങ്ങൾക്ക് 40,000 രൂപ തരാം, തിരിച്ചു തരാം എന്ന് പറയാണ്.
അപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് അയാൾക്ക് കൊടുത്ത് അയാൾ എനിക്ക് 40,000 രൂപ തരുന്നു. ഇതെന്താണ്? അവർ ഓറലോ അവർ വാക്കാൽ മൂലം പറയണതോ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു റിട്ടൺ കോൺട്രാക്റ്റ് മൂലം നടത്തണതാണെങ്കിൽ ഇങ്ങനെയുള്ള കോൺട്രാക്റ്റിനെ എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയും. ഇത് സെക്ഷൻ 9 ഓഫ് ദ ആക്ട് ആണ്. ഈ പ്രപ്പോസൽ ഓർ അക്സെപ്റ്റൻസ് ഓഫ് എനി പ്രോമിസ് ഈസ് മെയ്ഡ് ഇൻ വേർഡ്സ് ദ പ്രോമിസ് ഈസ് സെറ്റ് ടു ബി എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. ഇംപ്ലൈഡ് കോൺട്രാക്ട്സ് ഇൻ കോൺട്രാക്ട് come into existence by implication. Most often the implications is by law and or by action. ഇംപ്ലൈഡ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് അവിടെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടല്ലേ പോരുക. അപ്പോൾ അവിടെ അവർ ഞങ്ങൾക്ക് ഫുഡ് ഇത്ര വേണം, അല്ലെങ്കിൽ ഞങ്ങൾ ഫുഡ് തരുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ഇത്ര രൂപ തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നില്ലല്ലോ. പക്ഷെ നമ്മളവിടെ ഫുഡ് പോയി കഴിച്ചാൽ നമ്മളൊരു ക്യാഷ് അവർക്ക് കൊടുക്കുന്നു. ഇതെന്താണ്? ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആണ്. അതുപോലെ ഇപ്പോൾ നമ്മളൊരു കടയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഏത് കടയാണെങ്കിലും അതിൻ്റെ ബോർഡ് കണ്ടിട്ട് നമ്മളതിൽ കയറി ചെല്ലല്ലേ. അപ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആണ് അവിടെ ഉള്ളത്. അവിടെ ഒരു സാധനം ഉണ്ട്, അപ്പോൾ നമ്മൾ ആ സാധനം വാങ്ങി ഒരു ക്യാഷ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഇവിടെ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ക്വാസി കോൺട്രാക്റ്റ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ച്വൽ കോൺട്രാക്റ്റ് ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ കോൺട്രാക്റ്റ്. ഈ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 68 തൊട്ടിട്ട് 72 വരെയാണ് ഈ ഒരു കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുന്നത്. ഇതൊരു കോൺട്രാക്റ്റ് ആണ്, പക്ഷെ എന്നൊരു ആക്ച്വൽ കോൺട്രാക്റ്റ് അല്ല. ഇത് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ആൾക്ക് ഒരു പച്ചക്കറിക്കാരനോ അല്ലെങ്കിൽ എന്തെങ്കിലും പലചരക്ക് കടക്കാരനോ ഒരു സാധനം അറിയാണ്ട് കൊണ്ടുപോയി കൊടുത്തു. ഇപ്പോൾ 1 കിലോ പഞ്ചസാരയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം ഒരു കടക്കാരന് കൊണ്ടുപോയി കൊടുത്തു. പറയുന്ന ഒരു വ്യക്തി ആ കടക്കാരന് ഒരു 5 കിലോ അരി കൊണ്ടുപോയി കൊടുത്തു. ആ 5 കിലോ അരി അയാൾ കൊണ്ടുപോയി കൊടുത്തത് രമേശ് എന്ന് പറയുന്ന ആളുടെ കടയിലേക്കാണ് കൊണ്ടുപോയി കൊടുത്തത്. പക്ഷേ ഇയാൾ ഈ രമേശ് എന്ന് പറയുന്ന ആളുടെ കടയിൽ കൊടുക്കാണ്ട് വേറെ ഒരു കടയിലാണ് കൊണ്ടുപോയി കൊടുത്തത്. ഇയാൾ വിചാരിച്ചത് ആ കൊടുത്ത കട രമേശിൻ്റെ കട തന്നെയാണെന്ന് വിചാരിച്ചിട്ടാണ് ആ അരി അവിടെ കൊണ്ടുപോയി കൊടുത്തത്. പക്ഷേ പിന്നീടാണ് അയാൾക്ക് മനസ്സിലായത് അയാൾക്കൊരു മിസ്റ്റേക്ക് പറ്റി. രമേശിൻ്റെ കടയിൽ കൊടുക്കാനുള്ളത് അയാൾ വേറൊരു കടയിൽ കൊണ്ടുപോയി കൊടുത്തു എന്ന്. അപ്പോൾ ഇയാൾ ആ മാറിക്കൊടുത്ത ആ കടയിലേക്ക് ചെന്നിട്ട് അയാളോട് പറയുകയാണ്, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്, അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ആ സാധനം തിരിച്ചു തരണം, അല്ലെങ്കിൽ ആ സാധനത്തിൻ്റെ ക്യാഷ് എനിക്ക് തിരിച്ചു തരണം എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് അയാൾ കൊടുത്ത സാധനത്തിൻ്റെ പൈസ തിരിച്ചു കിട്ടാനുള്ളൊരു അവകാശമുണ്ട്. ഇതിനെയാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഈ കോൺട്രാക്റ്റ്. വെൻ എ കോൺട്രാക്റ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ടു ബൈ 2 or more പാർട്ടീസ് യൂസിങ് ഇലക്ട്രോണിക് മീൻസ് സച്ച് ആസ് ഇമെയിൽസ് ഈസ് നോൺ ആസ് ഇ കോൺട്രാക്ട്സ്. നമ്മൾ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് വഴിയൊക്കെ എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇൻ ഇലക്ട്രോണിക് കൊമേഴ്സ് ഡിഫറെൻറ്റ് പാർട്ടീസ് ഓർ പേഴ്സൺസ് ക്രിയേറ്റ് നെറ്റ്വർക്ക്സ് വിച്ച് ആർ ലിങ്ക്ഡ് ടു അതർ നെറ്റ്വർക്ക് ത്രൂ EDI. EDI means electronic data interchange. This helps in doing business transaction using electronic mode. These are known as EDI contracts or cyber contracts or mouse click contracts. അപ്പോൾ ഈ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമെയിൽ വഴി അതുപോലെ നമ്മുടെ ഓൺലൈൻ സർവീസ് മൂലമൊക്കെ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഓൺലൈൻ ഷോപ്പിങ്ങും അതുപോലെ ഓൺലൈൻ ബുക്കിങ്ങും ഒക്കെ ഈ കോൺട്രാക്റ്റിൻ്റെ ഒരു ഭാഗമാണ്. അടുത്ത നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന 3rd കാറ്റഗറിയാണ് പെർഫോമൻസ്. എങ്ങനെയാണ് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്നത്, ആ ഒരു പെർഫോമൻസിനെ നോക്കിയിട്ട് ഇതിനെ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിലെ ആദ്യത്തെയാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. വെൻ ദ ആക്ട് ഈസ് ഡൺ ഓർ എക്സിക്യൂട്ടഡ് ഓർ ദ ഫോർബിയറൻസ് ഈസ് ബ്രോട്ട് ഓൺ റെക്കോർഡ് ദെൻ ദ കോൺട്രാക്റ്റ് ഈസ് ആൻ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് ഏർപ്പെട്ടു. ഇപ്പോൾ പറയാണ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബുക്ക് തരാം, അപ്പോൾ നിങ്ങൾ എനിക്ക് ആ ബുക്കിന് 500 രൂപയാണെന്ന് പറയാണ്. അപ്പം ബി എന്ന് പറയുന്ന ആൾ ആ 500 രൂപ തന്നു, ഞാൻ ആ ബുക്ക് അയാൾക്കും കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താണ്? അവിടെ ഒരു കോൺട്രാക്റ്റ് നടന്നു, ആ ഒരു കോൺട്രാക്റ്റ് നടന്നും കഴിഞ്ഞു. ഇത് എക്സിക്യൂട്ടഡ്.
നടന്നു കഴിഞ്ഞ ഒരു കോൺട്രാക്റ്റാണ്. ഇതിനെയാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. ഇൻ ആൻ എക്സിക്യൂട്ടറി കോൺട്രാക്ട് ദ കൺസിഡറേഷൻ ഈസ് റെസിപ്രോക്കൽ പ്രോമിസ് ഓർ ഒബ്ലിഗേഷൻ. Such consideration is to be performed in future only and therefore these contracts are described as executory contracts. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസിഡറേഷൻ ഉണ്ട്. നമ്മളവിടെ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഫ്യൂച്ചറിലാണ് ആ കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എ പറയാണ്, ഞാൻ എൻ്റെ കാറ് നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ബി ഞാൻ അടുത്ത ആഴ്ച കാറ് വാങ്ങിച്ചു കൊള്ളാം എന്ന് പറയാണ്. ഇവിടെ എന്താണ്, അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് സംഭവിച്ചിട്ടില്ല. അടുത്ത ആഴ്ചയുള്ളൂ ഈ ഒരു കാര്യം നടക്കുക. ഇതിനെയാണ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യത്തിനെയാണ് ഇവിടെ ഈ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. യൂണിലാറ്ററൽ കോൺട്രാക്റ്റും ബൈലാറ്ററൽ കോൺട്രാക്റ്റും. ഇതിലെ യൂണിലാറ്ററൽ കോൺട്രാക്റ്റിൽ വൺ സൈഡഡ് കോൺട്രാക്റ്റ് ഇൻ വിച്ച് ഓൺലി വൺ പാർട്ടി ഹാസ് ടു പെർഫോം ഹിസ് ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻ. ഇവിടെ എന്താണ്, രണ്ട് പാർട്ടീസ് ഉണ്ടാവുമല്ലോ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ. അപ്പോൾ ഒരു പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഡ്യൂട്ടി അല്ലെങ്കിൽ അയാളുടെ ഒബ്ലിഗേഷൻ ചെയ്യാനുള്ള ബാധ്യത ഉള്ളൂ, മറ്റേ ആൾക്കത് ചെയ്യാനുള്ള ബാധ്യത ഇല്ല. ഇപ്പോൾ ഒരാൾ ഒരു പേപ്പറിൽ ന്യൂസ് കൊടുക്കുകയാണ്, എൻ്റെ പട്ടിയെ കാണാനില്ല, അപ്പോൾ ഈ പട്ടിയെ കണ്ടുപിടിച്ച് തരുന്ന ആൾക്ക് ഇത്ര രൂപ തരാമെന്ന് പറയാണ്. അപ്പോൾ ഈ ഒരു പത്രവാർത്ത കണ്ടിട്ട് ഒരാൾ ആ പട്ടിയെ കണ്ടുപിടിച്ച് ഓണർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, അയാൾ ആ പട്ടിയെ പിടിച്ചു കൊണ്ടുവന്ന ആൾക്ക് പൈസ കൊടുക്കേണ്ടത് എന്താണ്, അയാളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഇവിടെ ഒരു കോൺട്രാക്റ്റ് പോലെയാണ് അത് നടക്കുന്നത്. അത് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് ആണ്. ദെൻ ബൈലാറ്ററൽ കോൺട്രാക്റ്റ് ഈസ് വൺ വേർ ദ ഒബ്ലിഗേഷൻ ഓർ പ്രോമിസ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് ദ പാർട്ട് ഓഫ് ബോത്ത് ദ പാർട്ടീസ്. ഇവിടെ രണ്ട് പാർട്ടീസും അവിടെ ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ ചെയ്തിട്ടുണ്ടാവണം. എ പറയാണ്, ഞാൻ എൻ്റെ ബൈക്ക് നിങ്ങൾക്ക് തരാം. അപ്പോൾ ബി പറയാണ്, ഞാൻ നിങ്ങൾക്ക് 50,000 രൂപയും തരാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒരു കോൺട്രാക്റ്റ് ഏർപ്പെടുന്നത്. ഇവിടെ അവർ ചെയ്യും എന്ന് അവർ പറഞ്ഞു, പക്ഷെ അവിടെ ചെയ്തിട്ടില്ല. പക്ഷെ അവർ ഐ വിൽ ഡെലിവർ ദ ബൈക്ക്, ബിയും പറഞ്ഞു ഐ വിൽ ഡെലിവർ 50,000 റുപ്പീസ്. ഈ ഒരു കോൺട്രാക്റ്റിനെയാണ് ഇവിടെ ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് പേർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ബൈക്ക് കൊടുക്കാനും അയാൾക്ക് ആ ക്യാഷ് കൊടുക്കാനും ഇവിടെ രണ്ട് പേർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതിനെയാണ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റിൽ അണ്ടറിൽ വരുന്ന കോൺട്രാക്ട്സ്. അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ അണ്ടറിൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിനെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വാലിഡിറ്റി ഓർ എൻഫോഴ്സിബിലിറ്റി, ദെൻ ഫോർമേഷൻ, ദെൻ പെർഫോമൻസ്. ഇതിനെ ഓരോന്നിൻ്റെ അണ്ടറിൽ വരുന്നതൊക്കെയാണ് ഈ എല്ലാ കോൺട്രാക്ട്സും. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം നോക്കി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് വരാം.